നമസ്കാരം. ആയുഷ് ഫോർ ആയുർവേദയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആയുർവേദ ഡോക്ടർ ഗീതു ബാബു. കോവിഡ് പോലെ തന്നെ നമ്മൾ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന, നമ്മളിലും സമൂഹ മാധ്യമങ്ങളിലും എല്ലാം ചർച്ചാ വിഷയമായി മാറിയ അസുഖമാണല്ലോ ബ്ലാക്ക് ഫംഗസ്. എന്താണ് ബ്ലാക്ക് ഫംഗസ്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കർ മൈക്കോസിസ് എന്നത് മ്യൂക്കർ മൈസീസ് എന്ന ഫംഗസ് മൂലമുണ്ടാകുന്ന അണുബാധയാണ്. ഈ ഫംഗസ് ബാധ ഏൽക്കുന്ന ശരീരകോശങ്ങൾ പിന്നീട് കറുത്ത നിറത്തിലേക്ക് മാറുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്. ഇതൊരു പുതിയ അസുഖമല്ല. ഇതിനു മുമ്പും ഇന്ത്യയിൽ ബ്ലാക്ക് ഫംഗസ് എന്ന രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡ് പോലെ ഒരാളുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ബ്ലാക്ക് ഫംഗസ് പകരുകയുമില്ല. ഈ അസുഖം ബാധിച്ചവരിൽ 50% വരെ മരണസാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ ഭീതിയോടുകൂടി തന്നെയാണ് ബ്ലാക്ക് ഫംഗസിനെ ഉറ്റുനോക്കുന്നത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകളിലാണ് ബ്ലാക്ക് ഫംഗസ് കൂടുതലായും പിടിപെടാനുള്ള സാധ്യതയുള്ളത്. പൂർണ്ണ ആരോഗ്യവാനായ ഒരാളിൽ ബ്ലാക്ക് ഫംഗസ് പിടിപെടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. നമ്മുടെ അന്തരീക്ഷത്തിലും ഈർപ്പമുള്ള മണ്ണിലും അഴുകിയ വസ്തുക്കളിലും പഴകിയ ഭക്ഷണ സാധനങ്ങളിലുമെല്ലാം ബ്ലാക്ക് ഫംഗസിന്റെ സ്പോറുകളുണ്ട്. നമ്മൾ ശ്വസിക്കുമ്പോൾ ഈ സ്പോറുകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാറുമുണ്ട്. പക്ഷെ ആരോഗ്യവാനായ ഒരാളുടെ രോഗപ്രതിരോധ ശേഷി കോശങ്ങൾ അവയെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ഫംഗസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചതുപോലും നമ്മൾ അറിയാതെ പോകുന്നത്. എന്നാൽ ഇമ്മ്യൂണോ സപ്രസന്റ് ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നവരിലും സ്റ്റീറോയിഡ് മരുന്നുകൾ യൂസ് ചെയ്യുന്നവരിലും HIV പേഷ്യൻസിലും ക്യാൻസർ പേഷ്യൻസിലും ഡയാലിസിസ് പേഷ്യൻസിലും പ്രമേഹ രോഗം നിയന്ത്രിക്കാത്തവരിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞവരിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡ് ട്രീറ്റ്മെന്റിൽ സ്റ്റീറോയിഡ് മരുന്നുകളുടെ ഉപയോഗം മൂലവും രോഗപ്രതിരോധ ശേഷി കുറവാകുന്നതുകൊണ്ട് താരതമ്യേന ഇത്തരം രോഗികളിൽ ബ്ലാക്ക് ഫംഗസ് എന്ന അസുഖം പിടിപെടാൻ സാധ്യത കൂടുതലാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നെറ്റിയിലും കവിളുകളിലും മൂക്കിന്റെ ഇരുവശങ്ങളിലും വായിലും കണ്ണിലുമെല്ലാം കറുത്ത പാടുകൾ. അതോടൊപ്പം പനി, മൂക്കടപ്പ്, തലവേദന, പല്ലുവേദനയും കണ്ടുവരുന്നുണ്ട്. മുഖത്ത് കറുത്ത പാടുകളും കണ്ണിന് ചുവപ്പും നീരും ചെങ്കണ്ണിന് സമാനമായ ലക്ഷണങ്ങളും കണ്ണ് ചലിപ്പിക്കാൻ കഴിയാത്തത്ര വിധം വേദനയും കാണാം. കാഴ്ചയ്ക്ക് മങ്ങലും പിന്നീട് കാഴ്ചശക്തി നഷ്ടമാകുവാനും സാധ്യതയുണ്ട്. മൂക്കിൽ നിന്ന് വരുന്ന സ്രവത്തിൽ രക്തമയമുള്ളതോ അല്ലെങ്കിൽ കറുപ്പ് നിറമോ കാണപ്പെടുന്നു. പിന്നീട് ഈ ഫംഗസ് ബാധ സൈനസുകളിലേക്കും നമ്മുടെ ഫേഷ്യൽ ബോൺസ് അതായത് മുഖത്തെ അസ്ഥികളിലേക്കും സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് തക്കതായ ചികിത്സ ലഭ്യമായില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് തലച്ചോറിലേക്ക് ബാധിക്കുവാനും ശക്തമായ തലവേദന, മന്ദത, കൈകാലുകൾക്ക് തളർച്ച, പിന്നീട് തലയോട്ടിക്കുള്ളിൽ രക്തസ്രാവവും, സ്ട്രോക്ക്, അതിനുശേഷം മരണം സംഭവിക്കാൻ വരെ സാധ്യതയുണ്ട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം പിടിപെടാതെ സൂക്ഷിക്കുക തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് സെൽഫ് ഹൈജീൻ അല്ലെങ്കിൽ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവ ഉറപ്പാക്കുന്നതിനോടൊപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുകയും കൂടി വേണം. ഈ കുറഞ്ഞ കാലയളവിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതായി മാറിയ ഒന്നാണല്ലോ മാസ്ക്. വൃത്തിയുള്ളതും ഈർപ്പരഹിതവുമായ മാസ്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഓരോ 4 മണിക്കൂറിലും നമ്മൾ ഉപയോഗിച്ച മാസ്ക് നീക്കം ചെയ്ത് പുതിയ മാസ്കുകൾ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സിംഗിൾ യൂസ് മാസ്ക് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ കൃത്യമായും ഉപയോഗശേഷം അത് ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക. വീടും പരിസരവും വൃത്തിയാക്കുന്നതിനോടൊപ്പം അഴുകിയ വസ്തുക്കളും പഴകിയ ഭക്ഷണ സാധനങ്ങളും അതാത് സമയത്ത് നീക്കം ചെയ്ത് ഡിസ്പോസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം സ്റ്റീറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുക. പ്രമേഹ രോഗികൾ പ്രമേഹ നിയന്ത്രണം കൃത്യമായും പാലിക്കുക. വീടും പരിസരവും അണുവിമുക്തമാക്കുന്നതിനായി ആയുർവേദ ഔഷധക്കൂട്ടായ അപരാജിത ധൂപചൂർണമോ അഷ്ടഗന്ധ ചൂർണമോ ഉപയോഗിച്ച് ഫ്യൂമിഗേഷൻ ചെയ്യാവുന്നതാണ്. ഫ്യൂമിഗേഷൻ ചെയ്യുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന പുക ആന്റി ഫംഗലായും ആന്റി വൈറലായും ആന്റി ബാക്ടീരിയലായും ആക്ട് ചെയ്യും. ശരീരം ശുദ്ധിയാക്കുന്നതിനായി നാൽപ്പാമരപ്പട്ട ഇട്ട് ചൂടാക്കിയ വെള്ളമോ അല്ലെങ്കിൽ ത്രിഫല കിഴികെട്ടി ചൂടാക്കിയ വെള്ളമോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കുടിക്കുവാൻ എപ്പോഴും നമ്മൾ ചൂടുള്ള വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. തുളസിയില ഇട്ടോ ഇഞ്ചി ഇട്ടോ തിളപ്പിച്ച് ആറ്റിയ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 2 വയസ്സിന് മേലുള്ള കുട്ടികളിൽ രജന്യാതി ചൂർണം 2 ഗ്രാം തേനിൽ ചാലിച്ച് ദിവസത്തിൽ 1 വട്ടം കൊടുക്കുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും. നമ്മുടെ നിത്യേനയുള്ള ഭക്ഷണങ്ങളിൽ സിട്രസ് ഫ്രൂട്ട്സുകളായ നാരങ്ങ, ഓറഞ്ച്, മൊസാമ്പി എന്നിവ ഉൾപ്പെടുത്തുക. പപ്പായ, കിവി, നെല്ലിക്ക, മുന്തിരി എന്നിവ ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ്. പാല്, തൈര്, നെയ്യ്, ഇലവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഹാരം പാകം ചെയ്യുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി എന്നിവ ഉപയോഗിച്ച് പാകപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നതിന് വളരെയേറെ ഗുണം ചെയ്യും. രോഗപ്രതിരോധ ശേഷി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ച് ചില പൊടിക്കൈകൾ ഇതിനു മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണുവാൻ ശ്രമിക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പങ്കുവച്ച അറിവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എല്ലാവർക്കും ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.